അടുത്തത് ജി ഈസ് എ ഫങ്ഷൻ ഫ്രം 0-3 ക്ലോസ്ഡ് ഇൻ്റർവൽ 0-3 നിന്ന് ആറിലോട്ടുള്ളതാണ്. ഡിഫൈൻഡ് ബൈ ടു 3 ഇൻ ദ ഇൻ്റർവൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പം നമുക്ക് വേണ്ടത് ഇൻ്റഗ്രൽ 0-3 ജി ഇത് ഡിഫൈൻഡ് ആണ്. അതായത് 0-3 എന്നുള്ള ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ 0 തൊട്ട് 1 വരെ ഇതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. 1 to 3ലും ഇതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിളാണ് നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് അതുപോലെ നമ്മൾ ഏകദേശം നമ്മളൊരു ഊഹത്തിൽ നമ്മൾ ചെയ്താലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ 2 എന്നുള്ള ഫംഗ്ഷനാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to 1 2 എന്ന് പറയുന്നത് നമുക്കറിയാം 2 ഇൻറ്റു ലെങ്ത് ഓഫ് ദിസ് ഇൻ്റർവൽ എന്ന് പറയുമ്പോൾ അത് 2 ആണ്. അതുപോലെ തന്നെ 1 to 3ൽ 3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഇൻറ്റു ബി മൈനസ് എ. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിന് കണ്ടത് അതാണ്. ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി കെ എന്ന് പറയുന്ന കെ ഇൻറ്റു ബി മൈനസ്. അപ്പം 3 ഇൻറ്റു 3 മൈനസ് 1 അപ്പോൾ അത് 6 വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് കിട്ടേണ്ടത് അപ്രോക്സിമേറ്റ് വാല്യൂ 8 ആണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിൽ കൂട്ടണം. എന്നിട്ട് വേണം നമുക്ക് കൺസിഡർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഈ ഇൻ്റർവെല്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. 0 തൊട്ട് 1 വരെയും 1 തൊട്ട് 3 വരെയും ഡിവൈഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? പി ഡോട്ട് ബി എ ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-3 വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ. പി ഡോട്ട് എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ 0-3യുടെ ഒരു ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എന്ന് നമ്മൾ എടുക്കുക. എന്നിട്ട് നമുക്ക് എന്താ കാണിക്കേണ്ടത്? മോഡുലസ് ഓഫ് എസ് ഓഫ് പി ഡോട്ട് -8 ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കണം. കാരണം നമ്മൾ ഈ വാല്യൂ ഏകദേശം 8 ആയതുകൊണ്ട് ഈ മോഡുലസ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അതിന് വേണ്ടി നമ്മൾ ഈ പി ഡോട്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. കാരണം നമുക്ക് 0 തൊട്ട് 1 വരെയും 1 തൊട്ട് 3 വരെയുമാണ് വേണ്ടത്. അപ്പം പി ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-3യുടെ ഒരു പാർട്ടീഷനാണ്. ആ പാർട്ടീഷനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. 0 തൊട്ട് 1 വരെ 1 തൊട്ട് 3 വരെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മൊത്തത്തിൽ പി ഡോട്ട് എന്നുള്ള പാർട്ടീഷൻ. അതിൻ്റെ ഈ ഒരു പോർഷനെ നമ്മൾ P1 ഡോട്ട് എന്നും ഈ ഒരു പോർഷനെ നമ്മൾ P2 ഡോട്ട് എന്നും വിളിക്കുക. അതാണ് നമ്മൾ ഈ അടുത്ത് പറയുന്നത്. P1 ഡോട്ട് ബി ദ സബ്സെറ്റ് ഓഫ് പി ഡോട്ട് ഹാവിങ് ടാഗ്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1. ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 ടാഗ്സ് വരുന്നതിന് നമ്മൾ P1 ഡോട്ട് എന്നും P2 ഡോട്ട് ബി ദ സബ്സെറ്റ് ഓഫ് പി ഡോട്ട് വിത്ത് ടാഗ്സ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ 1-3. അപ്പം നമുക്ക് ഇത് ഓവർലാപ്പിംഗ് അല്ല. ഇവിടെ P1 ഡോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2ഉം ഇവിടെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3ഉം ആയിരിക്കും. ഇനി ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം എസ് എഫ് പി ഡോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? എസ് എഫ് P1 ഡോട്ട് പ്ലസ് എസ് എഫ് P2 ഡോട്ട് അല്ലേ? കാരണം 0 തൊട്ട് 1 വരെയുള്ള പോർഷൻ നമ്മൾ P1 ഡോട്ട് എന്നാണ് പറഞ്ഞത്. ആ പാർട്ടീഷനുകൾ നമ്മൾ P1 ഡോട്ട് എന്നും ഇതിനെ നമ്മൾ P2 ഡോട്ട് എന്നും വിളിച്ചേക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ? പി ഡോട്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീമാൻ സമ്മല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എസ് എഫ് പി ഡോട്ട് ഇസ് ഈക്വൽ ടു എസ് എഫ് P1 ഡോട്ട് പ്ലസ് എസ് എഫ് P2 ഡോട്ട് എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ നോം ഓഫ് പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് P1 ഡോട്ടിൻ്റെ നോമും P2 ഡോട്ടിൻ്റെ നോമും ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. ഇനി നമ്മൾ യു എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 മൈനസ് ഡെൽറ്റയിൽ എടുക്കുവാണെങ്കിൽ 0-1 മൈനസ് ഡെൽറ്റയിൽ നമ്മൾ എടുത്തു. എന്നിട്ട് യു എന്ന് പറയുന്ന ith പാർട്ടീഷനിലെ എലമെൻറ്റ് വന്ന് നമ്മൾ എടുക്കുക. xi-1 xi ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ യു എലമെൻറ്റ് ഓഫ് 0യ്ക്കും 1 മൈനസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്ക് ആയതുകൊണ്ട് യുവിൻ്റെ വാല്യൂ ഇപ്പം നമുക്ക് ഇത് ആയതുകൊണ്ട് നമുക്ക് പറയാം xi-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു xi. ഇവിടെ നിന്ന് നമുക്ക് പറയാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഡെൽറ്റ. യു ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് xi-1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഡെൽറ്റ. ഇത് ഇവിടുന്ന് ഇങ്ങനെ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് xi-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഡെൽറ്റ എന്ന് പറയാം. ഇനി xi-1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഡെൽറ്റയാണ്. എഗെയിൻ xi-1 എന്ന് പറയുന്നത് എന്താ? xi-1 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ഇൻ്റർവലാണ്. അതെന്തായാലും ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. കാരണം മാക്സിമം ലെങ്ത് ഓഫ് ദി ഇൻ്റർവൽ എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് xi ഈസ് ലെസ് ദാൻ
xi-1 പ്ലസ് ഡെൽറ്റ എന്നും പറയാമല്ലോ. അതാണ് അടുത്ത് എഴുതിയേക്കുന്നത്. xi-1 എന്ന് പറയുന്നത് 1 മൈനസ് ഡെൽറ്റയേക്കാളും ചെറുതാണ്. xi എന്ന് പറയുന്നത് ലെസ് ദാൻ xi-1 പ്ലസ് ഡെൽറ്റ ആയിരിക്കും. അപ്പോൾ നമ്മൾ എടുത്തത് u എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 മൈനസ് ഡെൽറ്റയിലും ഉണ്ട്, xi-1 xiയിലും ഉണ്ട് എന്ന് നമ്മൾ എടുത്താൽ നമുക്ക് xiയുടെ വാല്യൂ xi എന്ന് പറയുന്നത് 1 മൈനസ് ഡെൽറ്റ എന്ന് കിട്ടി. അത് എടുത്തത് xi-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഡെൽറ്റയിൽ നിന്ന് നമുക്ക് xi-1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഡെൽറ്റ എന്ന് കിട്ടി. ഇനി xiയും xi-1 തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയതുകൊണ്ട് xi ഈസ് ലെസ് ദാൻ xi-1 പ്ലസ് ഡെൽറ്റ എന്ന് നമുക്ക് പറയാം. അപ്പം നമുക്ക് xi ഈസ് ലെസ് ദാൻ xi-1 പ്ലസ് ഡെൽറ്റ എന്ന് കിട്ടി. xi-1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഡെൽറ്റ എന്നും കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 1 മൈനസ് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ ഫോമിൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ xi-1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഡെൽറ്റ അല്ലേ. അപ്പോൾ xi ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, കാരണം ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 xi-1 മൈനസ് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ ഫോമിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ അത് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയതിപ്പം നമ്മൾ u എലമെൻറ്റ് ഓഫ് 0 1 മൈനസ് ഡെൽറ്റ ആൻഡ് u എലമെൻറ്റ് ഓഫ് xi-1 എന്നെടുത്തപ്പം ഇത് രണ്ടും കൂടെ നമ്മളെടുത്തപ്പം നമുക്ക് xiയുടെ വാല്യൂ xi-1ൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഡെൽറ്റ എന്നും xi ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? xi-1 xi എന്നുള്ളതിൻ്റെ xi-1 എന്നുള്ളതിൻ്റെ വാല്യൂസ് 1 മൈനസ് ഡെൽറ്റയ്ക്കും 1നും ഇടയ്ക്കാം അല്ലേ. xi-1ൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഡെൽറ്റയാണ്, xiയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ ഇൻ്റർവലിൻ്റെ ടാഗ് ti എന്ന് പറയുന്നത് എന്തായാലും രണ്ടും 1നേക്കാളും അല്ലെങ്കിൽ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഇതിൻ്റെ ടാഗ് 0 1 വരും എന്ന് പറയാമല്ലോ. ti എന്ന് പറയുന്നത് ഈ xi-1 xiയുടെ അതിൻ്റെ ഇടയ്ക്കത്തെ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ആ പോയിൻ്റ് ഈ ഇൻ്റർവലിലെ ഒരു പോയിൻ്റാണ് ti. അപ്പോൾ ti രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോമിൽ കിടക്കുന്നതുകൊണ്ട് ഈ ti എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് ദ ടാഗ് ti എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1. ദെർഫോർ നമുക്ക് ആ ti എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 ഉണ്ടെന്ന് പറയാം. അപ്പോൾ ദ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 മൈനസ് ഡെൽറ്റ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ഓൾ സബ് ഇൻ്റർവൽസ് ഇൻ പി ഡോട്ട് വിത്ത് ടാഗ് ti എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 നമുക്ക് പറയാൻ പറ്റില്ല. കാരണം u എന്ന് പറയുന്നത് നമ്മളൊരു ആർബിട്രറി എലമെൻറ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 മൈനസ് ഡെൽറ്റയിലെ ഒരു ആർബിട്രറി എലമെൻ്റ് ആയിരുന്നു u. അത് ith സബ് ഇൻ്റർവലിൽ ഉണ്ട് എന്ന് നമ്മൾ എടുത്തപ്പം നമുക്ക് അതിൻ്റെ വാല്യൂ ആ ടാഗിൻ്റെ വാല്യൂസ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ 0 1 മൈനസ് ഡെൽറ്റ എന്നുള്ള 0 1 മൈനസ് ഡെൽറ്റ എന്നുള്ള ഇൻ്റർവെല്ലിലെ പോയിൻറ്റുകളാണ് എങ്കിൽ അതിൻ്റെ ടാഗുകൾ 0 1 ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയത്. കാരണം ഇതിനകത്ത് രണ്ടിലും ഉള്ളപ്പം ti എലമെൻറ്റ് ഓഫ് 0 1 എന്ന് കിട്ടി. അതായത് ith സബ് ഇൻ്റർവെൽ ഇതിൻ്റെ അകത്തെ ഒരു പോയിൻ്റായിട്ട് നമ്മൾ എടുത്തപ്പം നമുക്ക് ആ ടാഗ് 0 1 കിട്ടി. അപ്പം നമുക്ക് 0 1 മൈനസ് ഡെൽറ്റ എന്നുള്ള പോയിൻറ്റുകളുടെ ആ ഇൻ്റർവെല്ലുകളുടെ ടാഗുകൾ എവിടെ വരുള്ളൂ? ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 വരുള്ളൂ. അതാണ് പറഞ്ഞേക്കുന്നത്. ദ ഇൻ്റർവൽ 0 1 മൈനസ് ഡെൽറ്റ എന്ന് പറയുന്നത് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ ഓഫ് ഓൾ സബ് ഇൻ്റർവൽസ് ഇൻ പി ഡോട്ട് വിത്ത് ടാഗ് ti എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1. അപ്പം ദിസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഓഫ് ഓൾ സബ് ഇൻ്റർവൽസ് ഹൂസ് ടാഗ് ti എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ഇത് കണ്ടെയ്ൻഡ് ഇൻ ദിസ് യൂണിയൻ എന്ന് പറയുന്നത് കണ്ടെയ്ൻഡ് ഇൻ 0 1 പ്ലസ് ഡെൽറ്റ എന്നും സിമിലർലി കാണിക്കാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പം 0 1 മൈനസ് ഡെൽറ്റയിലുള്ളപ്പം അതിൻ്റെ ടാഗ് 0 1 ഉണ്ടെന്ന് കിട്ടി. അപ്പം നമുക്ക് ഇതിൻ്റെ 0 1 മൈനസ് ഡെൽറ്റ എന്ന് പറയുന്നത് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ ഓഫ് ഓൾ സബ് ഇൻ്റർവൽസ് ഇൻ പി ഡോട്ട് വിത്ത് ടാഗ് 0 1 വരുന്നതാണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സിമിലർ ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് ഇത് കണ്ടെയ്ൻഡ് ഇൻ 0 1 പ്ലസ് ഡെൽറ്റ എന്ന് നമുക്ക് പറയാം. ഇനി g ഓഫ് ti എന്ന് പറയുന്നത് 2 ആണ്. 0 1 ടാഗ് എങ്കിൽ ആ g ഓഫ് ti എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് g ഓഫ് ti 2 ആയതുകൊണ്ട് 0 1 മൈനസ് ഡെൽറ്റ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ടാഗ് എലമെൻറ്റ് ഓഫ് 0 1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ 0 1 പ്ലസ് ഡെൽറ്റ ആയതുകൊണ്ട്
ഇനി 0 1 മൈനസ് ഡെൽറ്റ എന്നുള്ള ഇൻ്റർവെല്ലിൽ നമ്മുടെ എസ് എഫ് പി ഡോട്ട് കാണുമ്പം അത് 2 ഇൻറ്റു 1 മൈനസ് ഡെൽറ്റ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടാഗ് ഇൻ 0 1 എന്ന് പറയുമ്പം അത് എസ് എഫ് പി 1 ഡോട്ട് അല്ലേ. ടാഗിറ്റ് 0 1 എങ്കിൽ അത് P1 ഡോട്ട് എന്നുള്ള പാർട്ടീഷനാണ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 0 1 പ്ലസ് ഡെൽറ്റയിൽ എടുക്കുമ്പോൾ അവിടെയും ഫംഗ്ഷൻ്റെ വാല്യൂ 2 ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ നമുക്ക് എടുക്കാം. അപ്പം ആ ഫസ്റ്റ് പാർട്ടീഷൻ P1 ഡോട്ട് എന്നുള്ള പാർട്ടീഷനെ നമുക്ക് എടുത്തപ്പം എസ് എഫ് P1 ഡോട്ടിൻ്റെ വാല്യൂ 2 ഇൻറ്റു 1 മൈനസ് ഡെൽറ്റയ്ക്കും 2 ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്കാണ് നമുക്ക് കിട്ടും. അതിനെ ഇക്വേഷൻ 1 എന്ന് എടുക്കാം. അപ്പം നമ്മൾ 0 1 മൈനസ് ഡെൽറ്റയ്ക്കും 0 1 പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്കുള്ള ഇൻ്റർവെൽസിൻ്റെ ടാഗുകൾ എന്ന് പറയുന്നത് ഈ ടാഗ് 0 1 കിടക്കുന്നത്. ടാഗ് 0 1 എന്ന് പറയുന്നത് എവിടെയൊക്കെ കിടക്കുന്നത് 0 1 മൈനസ് ഡെൽറ്റയ്ക്കും 0 1 പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്കാണ് കിട്ടി. ഇതേ സിമിലർ ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ടാഗ് ടി ഐ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവൽ 1 ക്ലോസ്ഡ് ഇൻ്റർവൽ 3ക്കകത്താണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് 1 3 എന്നുള്ള അതിനകത്താണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 1 പ്ലസ് ഡെൽറ്റ 3 ക്കും 1 മൈനസ് ഡെൽറ്റ 3 ഈ രണ്ട് ഇൻ്റർവൽസിൻ്റെ 1 മൈനസ് ഡെൽറ്റ 3 എന്നുള്ളതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്കല്ലേ കിടക്കുകയുള്ളൂ. ഈ സെയിം ആർഗ്യുമെൻറ്റ് വെച്ച് നമ്മൾ ടാഗ് 0 1 വരുന്നത് നമ്മൾ നോക്കിയപ്പം 0 1 മൈനസ് ഡെൽറ്റയ്ക്കും 0 1 പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്കാണ് കിട്ടി. അപ്പം ടാഗ് 1 3 എന്നുള്ളത് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വരണ്ടേ. അപ്പം നമുക്ക് 1 മൈനസ് ഡെൽറ്റ 3 ഈസ് കണ്ടെയ്ൻഡ് ഇൻ ടാഗ് ടി ഐ എലമെൻറ്റ് ഓഫ് 1 3 കണ്ടെയ്ൻഡ് ഇൻ 1 പ്ലസ് ഡെൽറ്റ 3 എന്ന് നമുക്ക് പറയാം. 1 ഇനി ഈ 1 പ്ലസ് ഡെൽറ്റ 3 ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ ജി ഓഫ് ടി ഐ എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെയും ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ അത് 3 ഇൻറ്റു ഈ ലെങ്ത് എന്ന് പറയുന്നത് 3 മൈനസ് 1 മൈനസ് ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് എഫ് P2 ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെയും ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. 3 മൈനസ് 1 പ്ലസ് ഡെൽറ്റ. ഇനി 3 മൈനസ് 1 മൈനസ് ഡെൽറ്റ എന്ന് പറയുമ്പം അത് 3 ഇൻറ്റു 2 മൈനസ് ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് എഫ് P2 ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇൻറ്റു 3 മൈനസ് 1 മൈനസ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ 2 മൈനസ് ഡെൽറ്റയാണ്. ഞാൻ എടുത്തിട്ട് മാറിപ്പോയതാണ്. ഇവിടെ പ്ലസ്സാണ്, കാരണം നമ്മൾ ഓപ്പൺ ഇൻ്റർവെല്ലല്ലേ, ഈ സൈഡിൽ ഓപ്പൺ ഇൻ്റർവെലാണ്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ 1 ക്ലോസ്ഡ് 3 എന്ന് പറയുമ്പം ഈ നമ്മൾ 1 പ്ലസ് ഡെൽറ്റ എടുക്കുമ്പോൾ ഇവിടം തൊട്ടേ വരുള്ളൂ. 1 പ്ലസ് 3 എന്ന് പറയുന്നത് അതിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ 1 3യേക്കാളും 1 3 എന്ന് പറയുന്ന 1 പ്ലസ് ഡെൽറ്റ 3 ആണ് ചെറുത്. അപ്പോൾ 1 പ്ലസ് ഡെൽറ്റ 3 എവിടെ വരുന്നത്? ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്, മുൻപത്തെ പറഞ്ഞതുപോലെ അറിയാതെ പറഞ്ഞത്. അത് ഇപ്പുറത്തോട്ടല്ലേ. ഇവിടെ എന്ന് പറയുമ്പം ഇത് 1 ഇത് 3 ആണെങ്കിൽ 1 പ്ലസ് ഡെൽറ്റ 3 എന്നുള്ളത് ഇങ്ങോട്ടാണ്. 1 മൈനസ് ഡെൽറ്റ 3 എന്ന് പറയുന്നതാണ് വലിയ ഇൻ്റർവെൽ. അപ്പോൾ ഇവിടെ മൈനസ് വരുവേ. അപ്പോൾ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. അപ്പോൾ ഇവിടെ പ്ലസ് ഇവിടെ പ്ലസ് ആകുമ്പം ഇവിടെ മൈനസ്. ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. അപ്പോൾ 3 ഇൻറ്റു 2 മൈനസ് ഡെൽറ്റ. അപ്പോൾ അത് 6 മൈനസ് 3 ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ജി ആയിരുന്നു. ജി P2 ഡോട്ട് എഫ് അല്ല, ജി ആണ് നമ്മുടെ ഫംഗ്ഷൻ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 പ്ലസ് 3D എന്ന് വരും. ഇവിടെ എഫ് അല്ല, ജി ആണ്. 3 ഇൻറ്റു 2 6, 3 പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ. അപ്പം നമുക്ക് 6 മൈനസ് 3 ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ജി P2 ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 പ്ലസ് 3 ഡെൽറ്റ എന്ന് വരും. ഇതിനെ നമ്മൾ 2 എന്ന് വിളിക്കും. ഇത് 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 1 എന്ന് പറയുന്നത് 2 മൈനസ് 2 ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ജി P1, എല്ലായിടത്തും ജി ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പ്ലസ് 2 ഡെൽറ്റ എന്നുള്ളതാണ് 1. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 8 മൈനസ് 5 ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ജി P1 ഡോട്ട് പ്ലസ് എസ് ജി P2 ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 പ്ലസ് 5 ഡെൽറ്റ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എസ് ജി പി ഡോട്ട് പ്ലസ് എസ് ജി P2 ഡോട്ട് എന്ന് പറഞ്ഞാൽ എസ് ജി പി എഫ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ 8 മൈനസ് 5 ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ജി പി ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 പ്ലസ് 5 ഡെൽറ്റ.
അപ്പോൾ നമുക്ക് എസ് ജി പി ഡോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 - 5 ഡെൽറ്റയ്ക്കും 8 + 5 ഡെൽറ്റയ്ക്കും ഇടയ്ക്കാണ്. അപ്പോൾ എസ് ജി പി ഡോട്ട് -8 എന്ന് പറയുന്നത് നമുക്ക് <5 ഡെൽറ്റ എന്ന് പറയാമല്ലോ. അപ്പോൾ നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് 5 ഡെൽറ്റയെ നമുക്ക് എപ്സിലോൺ എടുക്കാം. ഇത് എപ്സിലോൺ എടുക്കുക. അപ്പം ഡെൽറ്റ എന്ന് പറയുന്നത് എന്താ, (2) അപ്പോൾ ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എന്ന് പറയുന്നത് (5) എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? എസ് ജി പി ഡോട്ട് -8 വിൽ ബി എപ്സിലോൺ whenever norm of p dot is less than delta എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളത് ആദ്യം ഓർക്കുക. കാരണം ഫംഗ്ഷൻ രണ്ടിടത്ത് രണ്ടായിട്ടാണ് കിടക്കുന്നത്. 0, 1 ഫംഗ്ഷൻ്റെ വാല്യൂ 2ഉം 1, 3 ഫംഗ്ഷൻ്റെ വാല്യൂ 3. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷനെ ജി എന്നാണ് വിളിക്കേണ്ടത്. അപ്പോൾ എസ് ജി പി വൺ ഡോട്ട് പ്ലസ് എസ് ജി പി ടു ഡോട്ട് എന്ന് പറഞ്ഞാൽ എസ് ജി പി ഡോട്ടാണ്. കാരണം ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പം നമ്മൾ 0, 1 - ഡെൽറ്റ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തു. 0, 1 - ഡെൽറ്റ കൺസിഡർ ചെയ്തപ്പം അതിൻ്റെ ടാഗുകൾ 0, 1 നമുക്ക് കിട്ടി. അതേപോലെ തന്നെ 0, 1 + ഡെൽറ്റ എടുക്കുമ്പം ഇതാണ് ചെറുത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. പിന്നെ സിമിലർ ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് നമ്മൾ 1 + ഡെൽറ്റ 3ക്കും 1 - ഡെൽറ്റ 3ക്കും ഇടയ്ക്കാണ് ടാഗ് 1, 3 വരുന്നതെന്നുള്ളത് കിട്ടി. എന്നിട്ട് ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കിട്ടും.